ഹലോ എവരിവൺ. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐസറിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫിസിക്കലി ഡോക്യുമെന്റ്സ് കൊടുത്ത് വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഐസറിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? ആ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുമായിട്ടാണ് ഫിസിക്കലി ഐസറിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്ന ഓഫർ ലെറ്റർ. ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഈ ഓഫർ ലെറ്ററിന്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഓഫർ ലെറ്ററിന്റെ കോപ്പി പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ ഫോമിന്റെ കോപ്പിയാണ്. ഈ അഡ്മിഷൻ ഫോമിന്റെ കോപ്പി എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക എന്ന് ചോദിച്ചാൽ ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സ് സെക്ഷനിൽ പോയാൽ നമുക്ക് ഇനി ഞാൻ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നമ്മൾ അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. സോ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ഫോം ആണ്. അഡ്മിഷൻ ഫോമിൽ താഴെയായിട്ട് നിങ്ങളുടെ സൈനും അതുപോലെ പാരന്റ്സിന്റെ സൈനും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ആപ്ലിക്കേഷൻ നമ്പർ ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും തെറ്റാതെ തന്നെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ മുന്നേ എന്തെങ്കിലും ഡിക്ലറേഷൻ ഫോം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് OBC NCLന്റെ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഡിക്ലറേഷൻ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ ഫോമിന്റെ കോപ്പിയും കൂടെ നിങ്ങൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകണം. ആ മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഫോം ആണ്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് അറിയാം. അപ്പൊ ഡിക്ലറേഷൻ ഫോം കൊടുത്ത ആളുകൾ തീർച്ചയായിട്ടും അതിന്റെ കോപ്പിയും കൂടെ കയ്യിൽ വെക്കുക. ഇനി നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടാണ്. മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിന്റെ ഒറിജിനൽ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടാണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത്. ഇതെല്ലാം ഐസർ അഡ്മിഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ പ്രിന്റ് നിങ്ങൾ ഒരു MBBS ഡോക്ടറെ, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എല്ലാ ചെക്കപ്പും നടത്തിയതിനു ശേഷം ആ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഒരു MBBS ഡോക്ടർ അല്ലെങ്കിൽ MD ഡോക്ടർ ചെക്കപ്പ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യണം. ആരാണോ ചെക്കപ്പ് നടത്തിയത് ആ ഡോക്ടറുടെ ക്വാളിഫിക്കേഷനും ഫുൾ നെയിമും രജിസ്ട്രേഷൻ നമ്പറും അഡ്രസ്സും ഓഫീസ് സ്റ്റാമ്പും എല്ലാം വെച്ചതിന് ശേഷമാണ് ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്. അത് മാത്രമല്ല നിങ്ങളുടെ സിഗ്നേച്ചറും ഈ ഒരു ഭാഗത്ത് ഇടേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ, SC/ST പെട്ട ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ OBC NCL കാറ്റഗറിയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത് OBS NCL കാറ്റഗറിയിൽ പെട്ട ആളാണ്. ഇതും ഐസറിന്റെ അഡ്മിഷൻ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. OBC NCLന്റെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റീൻ്റെ അടുത്ത് നിന്ന് സിഗ്നേച്ചർ കളക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോവേണ്ടതായിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഒരു ലെറ്റർ കിട്ടും. അതും കൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നാണ് നിങ്ങൾ സിഗ്നേച്ചർ കളക്ട് ചെയ്യേണ്ടത്. ആ സിഗ്നേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ സൈനും എല്ലാം നിങ്ങൾ ഇവിടെ വാങ്ങിയതിനു ശേഷം ഫുള്ളി ആ ഒറിജിനൽ ഡോക്യുമെന്റുമായിട്ടാണ് ഐസറിലോട്ട് ജോയിൻ ചെയ്യാൻ പോവേണ്ടത്. അപ്പം എന്തെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാറ്റഗറി തെളിയിക്കാനുള്ള പ്രൂഫും ആയിട്ട് വേണം ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എത്താൻ. ഓക്കെ, ഇനി അടുത്ത ഡോക്യുമെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എക്സാമിന്റെ സമയത്ത്. ആ ഹാൾ ടിക്കറ്റിന്റെ ഒരു കോപ്പിയും നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രിന്റ് ഔട്ടും കൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ റിസൾട്ട് നോക്കിയ സമയത്ത് ഒരു സ്കോർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതുപോലെ നിങ്ങളുടെ സ്കോറും റാങ്കും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്കോർ കാർഡ്. ഈ സ്കോർ കാർഡിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കുക. ഇതും
നമ്മളുടെ ഐസറിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി കൊണ്ടുപോവേണ്ടതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഒറിജിനൽ ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് ആണ്. 10ാം ക്ലാസ്സിന് ശേഷമുള്ള മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വാഭാവികമായിട്ടും SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, SSLCയുടെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. ഒറിജിനലും വേണം, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പിയും വേണം. അപ്പൊ നിങ്ങൾ അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് പേര് എഴുതിയിട്ട് സൈൻ ചെയ്തതാണ് ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ അവർക്ക് കാണും വേണം, നിങ്ങൾ ഈ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അവർക്ക് കൊടുക്കുകയും വേണം അഡ്മിഷന്റെ സമയത്ത്. അപ്പൊ 10ാം ക്ലാസ്സിന് ശേഷമുള്ളത് എന്ന് പറയുമ്പോൾ SSLC 1, അതിനുശേഷം +2ന്റെ സർട്ടിഫിക്കറ്റും ഇതുപോലെ തന്നെ ചെയ്യണം. +2ന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ പേര് എഴുതി സൈൻ ചെയ്ത് ഒരു സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പൊ ഇതാണ് 2 ഡോക്യുമെന്റ്, SSLCന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, +2ന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റും കയ്യിൽ വേണം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അടുത്ത 10ാം ക്ലാസ്സിന് ശേഷമുള്ള മാർക്ക് ഷീറ്റിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡിയുടെ ഫോട്ടോ കോപ്പി, അതായത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ഒരു ഫോട്ടോ ഐഡിയുടേതായിരിക്കണം. അതിനുള്ള എക്സാമ്പിൾ ആണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതും ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ആധാർ കാർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ ID, പാസ്പോർട്ട്, വോട്ടർ ID എന്തുമാവാം. ഓക്കെ, ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എടുത്തത് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരാൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ കോപ്പി ഇതുപോലെ സൈൻ ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തത് പ്രൂഫ് ഓഫ് ഫോട്ടോ ID ആണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് മതി. അഡ്മിറ്റ് കാർഡ്, സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോ ആൻഡ് പാൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നായാല് മതി. അപ്പം ഇത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഫോട്ടോ കോപ്പിയും വേണം, അത് പ്രൂവ് ചെയ്യാനുള്ള അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകുമ്പം, എന്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് കൊണ്ടുപോകുമ്പോഴും അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അന്ന് അവിടെ ആ ദിവസം ഐസറിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർക്കുക, എന്ത് കോപ്പി നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിലും ആ ദിവസം അതിന്റെ ഒറിജിനൽ പ്രസന്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്തതിനു ശേഷം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സോ എന്ത് കയ്യിലെടുക്കുകയാണെങ്കിലും അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കയ്യിലെടുക്കുക, അതുപോലെ തന്നെ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മൾ കയ്യിലെടുക്കുക. അങ്ങനെ ഫോട്ടോ ID കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുന്നത് ആധാർ കാർഡിന്റെ കോപ്പിയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഫോട്ടോ ID ചോദിച്ചിരുന്നല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു ഫോട്ടോ ID എന്ന് ചോദിച്ചിരുന്നു. അതിലൊരു ഓപ്ഷനാണ്, അതിലെ ഫോട്ടോ IDയിൽ ഒരു ഓപ്ഷനാണ് ആധാർ കാർഡ്. അവിടെ ആധാർ കാർഡ് അല്ല നമ്മൾ അപ്ലോഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് എന്താ, ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് വേണ്ടി വരുന്നത് ആധാർ കാർഡാണ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ്. ഇനി ഞാൻ നേരത്തെ ചോദിച്ചപ്പം ഫോട്ടോ ID ആയിട്ട് കൊടുത്തത് ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആധാർ കാർഡിന്റെ ഒരു കോപ്പിയുടെ ആവശ്യം നമുക്കില്ല. സോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് ഇഫ് അവൈലബിൾ ആൻഡ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദ എബവ് സെഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഫോട്ടോ ID, അതിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ ഒരു കോപ്പി, അതും സെൽഫ് അറ്റസ്റ്റഡ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഫോട്ടോ കോപ്പിയിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആ ഡീറ്റെയിൽസും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള 4 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോസ് ആണ്. അപ്പം 4 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോസും എന്തായാലും നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. പല ഫോംസിലും ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ 5ഓ 6ഓ ഫോട്ടോസ് ആയിട്ട് പോയാൽ മതി. പല ഫോമിലും നമ്മൾ ഫോട്ടോസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കൃത്യം 4 എന്നുള്ള രീതിയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഇനി ഫൈനലി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചതിന് ശേഷമായിരിക്കുമല്ലോ നമുക്കൊരു കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ കോളേജിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഐസർ തിരുവനന്തപുരം കിട്ടി. അപ്പൊ ഐസർ തിരുവനന്തപുരം നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ 35,000 രൂപ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ച റെസിപ്റ്റ്, ആ നെഫ്റ്റ് ട്രാൻസാക്ഷൻ നടന്ന ഇതുപോലത്തെ റെസിപ്റ്റ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ റെസിപ്റ്റും പ്രിന്റ് ചെയ്യുക. ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ്സിന്റെ നെയിമും ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ID ഒക്കെ കംപ്ലീറ്റ് ഉണ്ടാവും. ഞാൻ ഓർഡർ IDയും ട്രാൻസാക്ഷൻ ID ഒക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ ഭാഗത്ത് ഫില്ല് ആവാതെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു
ഡോക്യുമെന്റ് ഉണ്ടാവും, അതിന്റെ കോപ്പിയും നിങ്ങൾ കൈവശം വെക്കുക. സോ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസും ഇനി ഇൻ കേസ് കോളേജ് ഫീസ് നിങ്ങൾ ആ സമയത്ത് തന്നെ അടയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ ട്രാൻസാക്ഷന്റെ റെസീപ്റ്റും നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ വെച്ചിട്ട് വേണം അന്ന് ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാൻ. ഓക്കെ, ഇനി ഇത്രയും ഡോക്യുമെന്റ്സ് ഞാൻ കാണിച്ചു. അതിൽ വളരെ കോമൺ അല്ലാത്തതും അതുപോലെ എനിക്കൊരു ഡോക്യുമെന്റ് കാണിച്ചു തരാൻ ഇല്ലാത്തതുമായിട്ടുള്ള 3 പോയിന്റ് ആണ് പറയാനുള്ളത്. കാശ്മീരി മൈഗ്രന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അത് തെളിയിക്കാൻ വേണ്ടി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പാസ്പോർട്ടും വിസയും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് എല്ലാവർക്കും കോമൺ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒറിജിനൽ പ്രൂഫ് എന്താണോ സബ്മിറ്റ് ചെയ്തത് അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റും അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പിയും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഡോക്യുമെന്റും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൈവശം വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡോക്യുമെന്റ് കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്. സോ ഒറിജിനൽ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അതിന്റെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും കൈവശം വെക്കുക. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ് ആണ് ജനറലി ഐസറുകളിലേക്കുള്ള അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കൈവശം വെക്കേണ്ടത്. ഇനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ പല ഐസറുകൾ തമ്മിൽ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസർ തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ അവിടെ നമ്മളൊരു ആന്റി റാഗിങ് ഫോം ഫില്ല് ചെയ്തതിന് അത് കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്പെസിഫിക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിച്ചത് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ഓഫർ ലെറ്ററിലൂടെ എല്ലാ പോയിന്റ്സിലൂടെയും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോവുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഐസർ അഡ്മിഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഐസറിന്റെ അകത്തുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഐസറിന് അറൗണ്ട് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ടെലിഗ്രാമിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.